നമസ്കാരം, എല്ലാവർക്കും സമയം മലയാളത്തിലേക്ക് സ്വാഗതം. ഞാൻ അജന്യ. കാപ്പിയോ ചായയോ കുടിച്ചിട്ടായിരിക്കും ഒട്ടുമിക്ക ആളുകളും അവരുടെ ഒരു ദിവസം തുടങ്ങാറ്. ഇങ്ങനെ ഒരു ദിവസം 3, 4 ചിലപ്പോൾ അതിൽ കൂടുതലോ കാപ്പി കുടിക്കുന്ന ആളുകളും ഉണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് വീട്ടിൽ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കാപ്പി തയ്യാറാക്കിക്കൂടാ? ഇപ്പൊ ഞാൻ അങ്ങനെ ഒരു ഹെൽത്തി ആയിട്ടുള്ള മല്ലിക്കാപ്പിയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും ഇതിന്റെ ചേരുവകൾ എന്തൊക്കെയാണെന്നും നമുക്ക് വീഡിയോ കാണാം. പ്രകൃതിദത്തമായ മല്ലിക്കാപ്പി ഉണ്ടാക്കുന്നതിന് എന്തൊക്കെ ചേരുവകൾ വേണമെന്ന് നോക്കാം. പ്രധാനമായിട്ട് വേണ്ടത് മല്ലിയാണ്. ഒരു ദിവസം മുഴുവൻ ദഹന പ്രക്രിയയെ സുഗമമാക്കാനായി ഇത് സഹായിക്കും. മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യുന്നതിന് മല്ലി നല്ലതാണ്. തടി കുറയാനും മുടി കട്ടിയുള്ളതാക്കാനും ഇത് സഹായിക്കും. ഇനി വേണ്ടത് ജീരകമാണ്. ജീരകത്തിൽ അയൺ അടങ്ങിയിട്ടുണ്ട്. ജീരകം ഡയബറ്റീസിനും കൊളസ്ട്രോളിനും തടി കുറയാനും ഒക്കെ സഹായിക്കും. ഇനി വേണ്ടത് ശർക്കരയും തുളസിയുമാണ്. എനർജി ലെവൽ കൂട്ടാൻ ശർക്കര സഹായിക്കും. കരൾ സംബന്ധമായ രോഗങ്ങൾ ഉണ്ടാകാതിരിക്കാനും ശർക്കര നല്ലതാണ്. തുളസി ദഹന പ്രക്രിയ ശരിയാക്കാനും മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യാനും വളരെ നല്ലതാണ്. ഇനി വേണ്ടത് കുരുമുളകാണ്. കറുത്ത കുരുമുളകാണ് എടുത്തിരിക്കുന്നത്. ബ്ലഡ് ഷുഗർ നേരെയാക്കാനും കൊളസ്ട്രോൾ ലെവൽ കൺട്രോൾ ചെയ്യാനും നല്ലതാണ് കുരുമുളക്. നല്ല രോഗപ്രതിരോധ ശേഷി കൈവരിക്കുന്നതിനും ഇത് സഹായിക്കും. അടുത്തതായിട്ട് ചുക്കുപൊടിയാണ് വേണ്ടത്. ചുമ, ജലദോഷം, കഫക്കെട്ട്, തൊണ്ടവേദന, തലവേദന തുടങ്ങി എല്ലാത്തരം അസുഖങ്ങൾക്കും ചുക്കിട്ട് കാപ്പി കുടിക്കുന്നത് വളരെ നല്ലതാണ്. അവസാനമായിട്ട് കാപ്പിപ്പൊടിയാണ് വേണ്ടത്. അമിതമായുള്ള കൊഴുപ്പില്ലാതാക്കാനും ഷുഗർ നിയന്ത്രിക്കാനും കാപ്പിപ്പൊടി സഹായിക്കും. ഇനി ഇത് തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ കുരുമുളകും ജീരകവും മല്ലിയും കൂടി നമുക്കൊന്ന് വറുത്തെടുക്കേണ്ട കാര്യമുണ്ട്. അതിനായിട്ട് ഒരു പാനിലേക്ക് മല്ലി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുരുമുളകും ചേർക്കാം. ജീരകം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. വറുത്തു കഴിഞ്ഞാൽ ഇത് പൊടിച്ചെടുക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇടാം. അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ചുക്കുപൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നല്ല പൊടിയായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കാപ്പി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് ഒരു പാനിലിട്ട്. അതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന മല്ലിക്കൂട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കുറച്ച് തിളച്ച് വരുമ്പോഴാണ് നമുക്ക് കാപ്പിപ്പൊടി ഇട്ട് കൊടുക്കേണ്ടത്. ഇവിടെ തിളച്ച് കളറ് മാറി വന്നിട്ടുണ്ട്. 1/2 സ്പൂൺ കാപ്പിപ്പൊടി ഇതിലേക്ക് ചേർക്കാം. ഇനി തുളസി കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ശർക്കര ചേർത്ത് കൊടുക്കാം. നന്നായി തിളച്ച് വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. ചൂടാറി കഴിഞ്ഞാൽ ഇതൊരു ഗ്ലാസ്സിലേക്ക് എടുക്കാം. ഇങ്ങനെയാണ് നമ്മുടെ കാപ്പി അരിച്ചെടുത്ത് കഴിയുമ്പോൾ കിട്ടുക. എല്ലാവർക്കും കുടിക്കാവുന്ന ഒരു കാപ്പിയാണിത്. ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് ഈ കാപ്പി കുടിച്ചു കഴിഞ്ഞാൽ. ഒരു ദിവസത്തേക്ക് വേണ്ട എനർജി മുഴുവൻ ഈ കാപ്പി കുടിച്ചാൽ കിട്ടും. മാത്രമല്ല രോഗപ്രതിരോധ ശേഷിക്കും വളരെ നല്ലതാണ് ഈ കാപ്പി. എല്ലാവരും വീട്ടിൽ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്ക് സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.